കഞ്ചാവ് കേസിലെ ഉദ്യോഗസ്ഥ ഗൂഢാലോചനയെന്ന CPIM ആരോപണം തള്ളി എക്സൈസ്. CPIMൽ ചേർന്ന പത്തനംതിട്ട മയിലാടുംപാറ സ്വദേശി യദുകൃഷ്ണന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് ഉപയോഗിക്കാനുള്ള ഉപകരണവും കണ്ടെടുത്തു. തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് യദുകൃഷ്ണൻ പറഞ്ഞു. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് യദുകൃഷ്ണൻ പരാതി നൽകി. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീത്ത്, എന്താണ് ഇപ്പോൾ എക്സൈസിന്റെ വിശദീകരണം? ഇന്നലെ CPIM ഏരിയ സെക്രട്ടറി MV സഞ്ജു മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞിരുന്നത് ഇതൊരു പൂർണ്ണമായൊരു കള്ളക്കേസാണ്. അത് അസീസ് എന്ന എക്സൈസ് ഉദ്യോഗസ്ഥനും അതുപോലെ മാജിക് കണ്ണൻ എന്ന യുവമോർച്ചയുടെയും ബാലഗോകുലത്തിന്റെയും ഒക്കെ നേതാവായ ഒരു RSSകാരനും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ്. ആ പ്രദേശത്ത് ചില ചെറുപ്പക്കാരിരുന്ന് മദ്യപിക്കുന്നുണ്ടായിരുന്നു. ആ പ്രദേശത്തേക്ക് എക്സൈസ് സംഘം എത്തി. ആ സമയത്ത് ചില CPIM നേതാക്കൾ വിളിച്ച് അന്വേഷിച്ചിരുന്നു എന്താണ് സംഭവം എന്ന് അന്വേഷിച്ചിരുന്നു. അപ്പോൾ കഞ്ചാവ് ഒന്നുമില്ല, മറ്റൊരു മദ്യപിച്ചതിന്റെ പേരിലുള്ള കേസ് മാത്രമാണ് എന്നാണ് ആ ഒരു ഘട്ടത്തിൽ എക്സൈസ് സംഘം പറഞ്ഞിരുന്നത്. സ്വന്തം ജാമ്യത്തിൽ തന്നെയാണ് യദുകൃഷ്ണനെയും ഒപ്പമുള്ള ആളുകളെയും വിട്ടയച്ചതെന്നും പറയുന്നു. പക്ഷേ അതിനുശേഷം വീണ്ടും കഞ്ചാവ് കേസാക്കി എന്നൊരു ആക്ഷേപമായിരുന്നു ഇന്നലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ CPIMന്റെ പത്തനംതിട്ട ഏരിയ സെക്രട്ടറി MV സഞ്ജു പറഞ്ഞിരുന്നത്. ഇതിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇന്നലെ തന്നെ പത്തനംതിട്ട SP-ക്ക് യദുകൃഷ്ണൻ നേരിട്ടെത്തി പരാതി നൽകിയത്. കൃത്യമായ രീതിയിലുള്ള ഗൂഢാലോചനയുണ്ട്, ഇത് അന്വേഷിക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. യദുകൃഷ്ണന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുക്കുന്ന ഒരു തരത്തിലുള്ള വീഡിയോയോ അല്ലെങ്കിൽ തെളിവുകളോ ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എക്സൈസ് സംഘം ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ ഈ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു വിഷയത്തിൽ റിപ്പോർട്ട് നൽകി. 2 ഗ്രാം കഞ്ചാവ് യദുകൃഷ്ണനിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണവും കണ്ടെടുത്തിട്ടുണ്ട് ഈ യദുകൃഷ്ണന്റെ പക്കൽ നിന്ന് എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് റിമാൻഡ് അടക്കമുള്ള നടപടികളിലേക്ക് പോയില്ല എന്ന ചോദ്യത്തിന് 2 ഗ്രാം കഞ്ചാവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് റിമാൻഡ് അടക്കമുള്ള മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. ക്വാണ്ടിറ്റി അത്ര ഉള്ളത് കൊണ്ട് മാത്രമാണ് റിമാൻഡിലേക്ക് പോയിരുന്നത് എന്നാണ് കൃത്യമായ രീതിയിൽ എക്സൈസ് സംഘം വിശദീകരിക്കുന്നത്. എന്തായാലും യദുകൃഷ്ണൻ പരാതി നൽകിയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഒരു വീഡിയോയോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ല. മദ്യപിച്ച് ഒരു സംഘത്തിനോടൊപ്പം ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് പിടിച്ചു, അപ്പോൾ തന്നെ പറഞ്ഞു വിട്ടു. പിന്നീട് ഇത്തരത്തിലൊരു കള്ളക്കേസ് തനിക്കെതിരെ ഇട്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള പരാതിയാണ്. എന്തായാലും CPIMനെ സംബന്ധിച്ചിടത്തോളം ഈ റിപ്പോർട്ട് എക്സൈസ് സംഘം നൽകിയ റിപ്പോർട്ട് പ്രതിരോധത്തിലാക്കുന്നതാണ്. CPIMലേക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് യദുകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഒരു സംഘം എത്തിയത്. അത് 62 പേരുണ്ടായിരുന്നു. ഇതിൽ കാപ്പ കേസ് പ്രതിയായ ശരൺ ചന്ദ്രൻ അടക്കമുള്ള ആളുകൾ എത്തിയത് വലിയ വിവാദമായിരുന്നു. CPIMനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ CPIMന്റെ ജില്ലാ സെക്രട്ടറിയും നേരിട്ടെത്തിയാണ് ഇത്തരത്തിലുള്ള ആളുകളെ സ്വീകരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കാപ്പ കേസ് പ്രതി അദ്ദേഹം മുൻ കേസുകളാണ്, RSS എന്ന സമയത്തുള്ള കേസുകളാണ് എന്ന് പറഞ്ഞ് CPIM നേതൃത്വം തടിയൂരുകയായിരുന്നു, അല്ലെങ്കിൽ പ്രതിരോധിക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു കേസിൽ CPIMന് അങ്ങനെ പറയാൻ പറ്റാത്തൊരവസ്ഥ. 2 ഗ്രാം കഞ്ചാവാണെങ്കിലും ആ കേസിൽ പ്രതിയായിരിക്കുന്നത് CPIMൽ വന്നതിന് ശേഷമാണ്. എന്തായാലും CPIM നേതാക്കൾ ഈ വിഷയത്തിൽ ഗൗരവത്തോടുകൂടിയാണ് പാർട്ടി നേതൃത്വം ഈ വിഷയത്തെ കാണുന്നതെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.